വീണ്ടും ഒരു പുലരി തന്ന സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഏവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. അങ്ങനെ എൻ്റെ ഇന്നത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ജോലി ആരംഭിച്ചിട്ടുണ്ട്. ചോറ് വേവാനായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പുട്ടാണ്. പുട്ടിന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. കടലക്കറി പല രീതിയിലും ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ സവോളയും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞിടാറാണ്. ഇഞ്ചി ചതച്ചിടും. എന്നിട്ട് നല്ലപോലെ മൂപ്പിക്കും. അതിന് ശേഷം 1/2 സ്പൂണ് പെരുംജീരകപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ചെറിയ ടീസ്പൂണാണ് കേട്ടോ, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് ഈ ഉള്ളിയിൽ ഒന്നുകൂടി അതിൻ്റെ മണം പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കും. അതിനുശേഷം ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ച കടലയാണ് കഴുകി വെച്ചതായിരുന്നു. അത് വെള്ളത്തോടു കൂടി അതിലേക്ക് ഇടും. എന്നിട്ട് കുക്കറിൽ ഒരു 3-4 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കും. പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. ഉപ്പിട്ടില്ലേന്ന് ആരും ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ സവോള വഴറ്റിയതിൻ്റെ ആ സമയത്ത് തന്നെ ഉപ്പ് ഇട്ടിരുന്നു. നമ്മൾ വീട്ടിൽ സ്ഥിരമായി വാങ്ങുന്നത് അജ്മി പുട്ടുപൊടിയാണ് കേട്ടോ. നമുക്ക് റേഷൻ കടയിൽ നിന്ന് മിക്കവാറും 2 കിലോ അരിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അരി ഏതായാലും പുറത്തുനിന്ന് വാങ്ങണം. അതേ റേറ്റേ വരുന്നുള്ളൂ പുട്ടുപൊടിക്കും. അരി വാങ്ങി പൊടിപ്പിക്കുന്ന റേറ്റേ വരുന്നുള്ളൂ. പിന്നെ CHും കടവൊക്കെ വാങ്ങി നോക്കിയിട്ടുണ്ട്. വേറെയും കമ്പനിയൊക്കെ നോക്കിയിട്ടുണ്ട്. അതിലേറെ സോഫ്റ്റും കഴിക്കാൻ നല്ല ടേസ്റ്റും അജ്മി പുട്ടുപൊടിയാണ്. ഇതൊരു 15 മിനിറ്റ് ചെറിയ ചൂടുവെള്ളം ഉപ്പ് ഒഴിച്ച് നനച്ച് വെച്ചാൽ മതി. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇത് കുഴച്ചെടുക്കാം. നല്ല പുട്ടാണ് കേട്ടോ. കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കുക. അങ്ങനെ പുട്ടായി, കടലക്കറി റെഡിയായി. കൊണ്ടുപോകാനുള്ള പുട്ട്, ചോറ്, ബീൻസ് തോരൻ, മത്തൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് തേങ്ങ അരച്ച് കറി വെച്ചത്, ചിക്കൻ വരട്ടിയത്. ഇനി പൊതിയട്ടെ. അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ബാക്കി പണികൾ എടുക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇതുണ്ടെങ്കിൽ നാളെ കാണാം.